ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പെട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. യൂസിങ് മെത്തേഡ് തന്നെയാണ് അവിടെയും വരുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇതിനകത്ത് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം. നമ്മൾ ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ആൻഡ് കാൽക്കുലേറ്റ് ദ എക്സ്പെക്ടഡ് ടൈം ഫോർ ഈച്ച് ആക്ടിവിറ്റി ആൻഡ് മാർക്ക് ദ ക്രിട്ടിക്കൽ പാത്ത്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം, അതിൽ നമുക്ക് എക്സ്പെക്ടഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോന്നിന്റെ എക്സ്പെക്ടഡ് ടൈം ടി എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ടി നമുക്ക് കിട്ടിയാലേ നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ നെറ്റ്വർക്ക് ഡയഗ്രാം, എക്സ്പെക്ടഡ് ടൈം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ ടിയുടെ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു ടി ഒ പ്ലസ് 4tm പ്ലസ് TP ഡിവൈഡ് ബൈ 6 ആണ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ TO എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 4 into 2 പ്ലസ് 4 into 2 പ്ലസ് TP എന്ന് പറയുന്നത് 3 ഡിവൈഡ് ബൈ 6 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 into 2 എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. പ്ലസ് 9 പ്ലസ് 3 ദാറ്റ് ഈസ് 12 ആണ് വരുന്നത്. 12 ഡിവൈഡ് ബൈ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്നത് നമുക്ക് 2 ആണ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ 2. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള എല്ലാത്തിന്റെയും നമ്മൾ ഒന്നുകൂടി എഴുതാനായിട്ട് പോവാണ്, ഏതൊക്കെയാണെന്നുള്ളത്. അടുത്ത് വരുന്നത് 4 വരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമ്മള് സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാത്തിനും എഴുതി പോയത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3 പ്ലസ് 5 4 into 5 പ്ലസ് 13. ഓക്കെ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്ലസ് 4 into 5 പ്ലസ് 13 ഡിവൈഡ് ബൈ 6 ആണ് വരുന്നത്. 4 into 5 എന്ന് പറയുന്നത് 20 ആണ്. 23 പ്ലസ് 33 36 ഡിവൈഡ് ബൈ 6 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഈ ഒരു രീതിയിൽ എല്ലാത്തിനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്ക് ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു ടി, പക്ഷെ നമ്മൾ ആദ്യം തന്നെ ടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് കഴിഞ്ഞ CPM-ന്റെ പ്രോബ്ലം വന്ന സമയത്ത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് ഞാനൊരു 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ചോദ്യത്തിൽ വന്നതായിരുന്നു ടിയുടെ വാല്യൂ 0. ടിയുടെ വാല്യൂ 0 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എ ഡമ്മി ആക്ടിവിറ്റി. ഒരു ഡമ്മി ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡമ്മി ആക്ടിവിറ്റി എന്നുള്ളത്. ഡമ്മി ആക്ടിവിറ്റിക്ക് പ്രത്യേകിച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നില്ല. ഓർത്ത് വെക്കുക, ടൈമോ റിസോഴ്സസോ അല്ലെങ്കിൽ വേറെ എന്ത് സാധനങ്ങളോ റോസോ നമുക്കൊന്നും കൺസ്യൂം ചെയ്യുന്നില്ല. അത് കാണിക്കുന്നത് 2 ആക്ടിവിറ്റികൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാലേ മറ്റേത് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഡമ്മി ആക്ടിവിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ കളയാണ്. നമുക്ക് അവിടെ ടി എന്ന് കൊടുക്കാം, വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ടി 2 4 6 9 7 11 0 3 3 13 12. നമ്മൾ ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ടി വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. സോ ബാക്കിയുള്ള നമ്മൾ നേരെ ഒഴിവാക്കാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഡയഗ്രത്തിനുള്ള സാധനങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് ഈവന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഏതാണെന്നുള്ളത്. ഇത് ഒന്നുകൂടി പറയുകയാണ് എങ്ങനെയാന്നുള്ളത്. എല്ലാത്തിലും 1 to 2 1 to 3 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കി 1 ഒഴികെ ബാക്കി എല്ലാത്തിനും എടുക്കുകയാണെങ്കിൽ 8നെ എടുക്കുകയാണെങ്കിൽ to 8 എന്ന് വന്നിട്ടുണ്ട്. to 7 വന്നിട്ടുണ്ട്. to 8 again. to 6 വന്നിട്ടുണ്ട്. to 5 വന്നിട്ടുണ്ട്. to 4 വന്നിട്ടുണ്ട്. to 3 വന്നിട്ടുണ്ട്. to 2 വന്നിട്ടുണ്ട്. പക്ഷെ to 1 എന്ന് അവിടെ വന്നിട്ടില്ല. സോ നമ്മുടെ ഫസ്റ്റത്തെ ഈവന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും വരിക.
ദെൻ 1 ൽ നിന്ന് 3 എണ്ണമാണ് പോകുന്നത്. 1 to 2 വരുന്നുണ്ട്, 1 to 3 വരുന്നുണ്ട്, 1 to 5 വരുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ വരയ്ക്കുന്നത് അപ്പൊ തന്നെ ശരിയായി കിട്ടണമെന്നില്ല. ഡയഗ്രം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. മീൻസ് വരയ്ക്കുന്നത് തെറ്റി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഡയഗ്രം വരയ്ക്കാൻ. ഓക്കെ, സോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ചു തുടങ്ങാണ്. 1 to 2 നമ്മൾ വരച്ചു, 1 to 3 വരച്ചു, ദെൻ അടുത്തത് 1 to 5 നമ്മൾ വരച്ചു. 2, 3, 5 മൂന്നും വരച്ചു കഴിഞ്ഞു. അടുത്തത് 2 ൽ നിന്ന് 2 to 4 2 to 5 വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടാവും. കാരണം 2 to 5 നമ്മൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരയ്ക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആരോസ് നമ്മൾ വരയ്ക്കേണ്ടത്. ആ രീതിയിൽ തന്നെ പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആദ്യത്തെ വ്യത്യാസം നമുക്ക് ഇവിടെ തന്നെ വരുത്തേണ്ടി വരും. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ 5 എടുത്തത് മുകളിലേക്ക് ഇടാം. ഓക്കെ, 3 ഇവിടെ വരയ്ക്കുക, ഇവിടെ നമുക്ക് 5 കൊണ്ടുവരാനായിട്ട് വെച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാലുള്ള ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത 2 to 5 ആണ്, നമുക്കത് വരയ്ക്കാൻ പറ്റും. അത് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് വരുന്നത്. 2 to 5 നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 2 to 4 ആണ് നമുക്ക് അടുത്ത് വരയ്ക്കേണ്ടത്. 2 to 4 നമ്മൾ വരച്ചു, 2 to 4 വരച്ചു, 2 to 5 വരച്ചു. ദെൻ 3 to 6 ആണ് വരുന്നത്. 3 to 6 വരച്ചു, 3 to 6 വരച്ചു. ഞാൻ അത് സൂചിപ്പിച്ചായിരുന്നു, ഏത് വരയ്ക്കുമ്പോഴും നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം. ഇത് ചിലപ്പോ നമ്മൾ മാറ്റി വരയ്ക്കേണ്ടി വരും എന്നുള്ളത് കേട്ടോ. ക്രോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. 3 to 6 വരച്ചു. അടുത്ത് 4 to 7 ആണ് വരുന്നത്. 4 to 7 നമ്മൾ വരച്ചു. 4 to 7 കഴിഞ്ഞാൽ 4 to 8 ആണ് വരുന്നത്. 4 to 8 നമ്മൾ വരച്ചു. ദെൻ 5 to 7 നമുക്ക് ഇവിടെ തന്നെ ക്ലാസ് പോകുന്നു. കാരണം ഇത് വരയ്ക്കുകയാണെങ്കിൽ ക്രോസ് ചെയ്ത് വരയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാണ്. സെവൻ വരച്ചു, 4 to 7 വരച്ചു, 5 to 7 വരച്ചു. ദെൻ 4 to 8 ആണ് വന്നത്. 4 to 8 വരച്ചു. ദെൻ 6 to 7 വരച്ചു. ദെൻ 7 to 8 ആണ് വരുന്നത്. നമ്മുടെ എല്ലാ വർഷവും ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഒന്നാമത്തേത് 1 to 2 വരച്ചു, 1 to 3 വരച്ചു, 1 to 5 വരച്ചു, 2 to 4 വരച്ചു, 2 to 5 വരച്ചു, 3 to 6 വരച്ചു, 4 to 7 വരച്ചു, 4 to 8 വരച്ചു, 5 to 7 വരച്ചു, 6 to 7 വരച്ചു, 7 to 8 വരച്ചു. അപ്പൊ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ടൈം നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുകയാണ്. 1 to 2 എടുക്കുന്ന സമയം 2 ആണ്. 1 to 4, 1 to 3 എടുക്കുന്ന സമയം 4 ആണ്. 1 to 5 6, 2 to 4 9, 2 to 5 എടുക്കുന്നത് 7, 3 to 6 എടുക്കുന്നത് 11, 4 to 7 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മുടെ ഡമ്മി ആക്ടിവിറ്റീസ് എങ്ങനെയാണ് കാണിക്കാറ്? ഡമ്മി ആക്ടിവിറ്റീസ് നമ്മൾ കാണിക്കുന്നത് ടോട്ടൽ ലൈൻസിലാണ്. നമ്മൾ ആ രീതിയിൽ തന്നെ കൊടുക്കാം. നമുക്ക് ഇതില് ഡമ്മി ആക്ടിവിറ്റീസ് ആയിട്ട് തന്നെ കൊടുക്കാം. 0. ഓക്കെ, 4 to 7 0. ദെൻ 4 to 8 എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 ആണ്. 5 to 7 എന്ന് പറയുന്നത് 3 ആണ്. 6 to 7 എന്ന് പറയുന്നത് 13 ആണ്. 7 to 8 എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് വരുന്നത്? നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രിട്ടിക്കൽ നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ വരച്ചു. അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് EFT ഇലക്ട്രിക് മീൻസ് ടി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ടി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കാണണം? EFT LFT നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കാണാം. സോ ഒന്നാമത്തെ ഈവന്റിന്റെ EFT എന്ന് പറയുന്നത് 0 ആണ്. 0 plus 2 നമുക്ക് ഇവിടെ 2 വരും. ദെൻ ഇവിടെ നമുക്ക് വരുന്നത് 4 ആണ്. 0 plus 4 ആണ് വരുന്നത്. 0 plus 6 2 plus 7. 5 നമ്മൾ എടുക്കുന്ന സമയത്ത് 5ലേക്ക് 2 ആരോസ് വരുന്നുണ്ട്. സോ അതിലേക്ക് ഒന്ന് വരുന്നത് 0 plus 6 എന്ന് പറയുന്നത് 6 വരുന്നുണ്ട്. 2 plus 7 എന്ന് പറയുന്നത് നോക്കുക, 5ലേക്ക് 2 ആരോസ് 2 to 5 1 to 5 ഉണ്ട്. അപ്പൊ 2 ആരോസ് വരുന്നുണ്ട്. 5ന്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ 0 plus 6 നമ്മൾ നോട്ട് ചെയ്തു. 2 plus 7 9 നമ്മൾ നോട്ട് ചെയ്തു.
ഓക്കെ, ഇതിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ഇതിന്റെ ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. സോ 9 ആണ് നമ്മൾ അവിടെ എടുത്തത്. ഇനി 4ന്റെ കേസ് ആണെങ്കിൽ 2 + 9 എന്ന് പറയുന്നത് 11 ആണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത് നോക്കുകയാണെങ്കിൽ 4 + 11, 6ന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 + 11 15 ആണ് നമുക്ക് അവിടെ വരുന്നത്. 15 ആണ് വരുന്നത്. ഇനി 7ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 7ന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 7ലേക്ക് 3 എണ്ണമാണ് വരുന്നത്. 4 to 7 വരുന്നുണ്ട്, 5 to 7 വരുന്നുണ്ട്, 6 to 7 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക 4 to 7 അതൊരു ഡമ്മി ആക്ടിവിറ്റി അല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 വരെ അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. അപ്പൊ ഇതിനർത്ഥം 2 to 4 എന്നുള്ള ആക്ടിവിറ്റിക്ക് ശേഷം മാത്രമേ നമുക്ക് 7 എന്നുള്ള ഇവന്റ് അവസാനിപ്പിച്ച് 7 to 8 എന്നുള്ള ആക്ടിവിറ്റി തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് 4 to 7 എന്നുള്ള ഡമ്മി ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 4ന് മുമ്പുള്ള 2 to 4 എന്നുള്ള ആക്ടിവിറ്റിക്ക് ശേഷം മാത്രമേ 7 to 8 എന്നുള്ള ആക്ടിവിറ്റി തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് എന്ത് ചെയ്യണം? അതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ 4 to 7 നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് 11 വരുന്നുണ്ട്, 9 + 3, 5 to 7 നമ്മൾ എടുക്കുമ്പോൾ 9 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നത് 12 ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ 15 + 13 ആണ് വരുന്നത്. 15 + 13 എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 28 ആണ് വരുന്നത്. ഓക്കെ, 28 ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏത് വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ പറ്റുക? ഇതിന്റെ ഹയസ്റ്റ് വാല്യൂ ആണ് 28 ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. 28 എടുത്തു. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ 8 ആണ്. 8ന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 8ലേക്ക് 2 എണ്ണമാണ് വരുന്നത്. 4 to 8ഉം 7 to 8 ആണ് വരുന്നത്. 4 to 8 ആണെങ്കിൽ 11 + 3 ദാറ്റ് ഈസ് 14 വരുന്നുണ്ട്. 7 + 8 എടുക്കുകയാണെങ്കിൽ 28 + 12 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 40 ആണ് വരുന്നത്. അതിൽ ഏത് വാല്യൂ ആണ് നമ്മൾ എടുക്കുക? ഹയസ്റ്റ് വാല്യൂ 40 ആണ് നമ്മൾ അവിടെ എടുക്കുക. അപ്പൊ നമ്മളവിടെ 40 നമ്മൾ അവിടെ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന അടുത്ത കാര്യമാണ് ഏറ്റവും അവസാനത്തെ ഇവന്റിന്റെ EFTയും LFTയും ഈക്വൽ ആയിരിക്കുന്നത്. സോ 40 തന്നെ ആയിരിക്കും അതിന്റെ താഴെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. 40 തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ 40 - 12 28 ആയിരിക്കും നമുക്ക് ഇവിടെ വരിക. 40 - 3. ഓക്കെ, 4ന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4ലേക്ക് 4ൽ നിന്ന് 2 ആരോസ് പോകുന്നുണ്ട്. അപ്പൊ 2 നമ്മൾ കൺസിഡർ ചെയ്യണം. 4 എടുക്കുകയാണെങ്കിൽ 40 - 3 നമുക്ക് അവിടെ വരുന്നത് 37 വരുന്നുണ്ട്. അതുപോലെ തന്നെ 28 - 0 28 വരുന്നുണ്ട്. നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുക? നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഹയസ്റ്റ് വാല്യൂ, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ലോവസ്റ്റ് വാല്യൂ ആണ് എടുക്കുക. അപ്പൊ അവിടെ നമ്മൾ എടുക്കേണ്ടത് 28 ആണ്. ഓക്കെ, സോ നമ്മള് ഈ ഒരു 2 ആക്ടിവിറ്റീസ് നോക്കിയ സമയത്ത്, അതായത് 4 to 8 എന്നുള്ള ആക്ടിവിറ്റിയും 4 to 7 എന്നുള്ള ആക്ടിവിറ്റി ഡമ്മി ആക്ടിവിറ്റി നോക്കിയ സമയത്ത് അവിടെ ഈ ഡമ്മി ആക്ടിവിറ്റിക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ എന്തായിട്ട് വരുന്നത്? ഈ ഡമ്മി ആക്ടിവിറ്റിയുടെ EFT ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ 28 വന്നത്. ഓക്കെ, അപ്പൊ ഡമ്മി ആക്ടിവിറ്റി വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഡമ്മി ആക്ടിവിറ്റിക്ക് ടൈം ഇല്ല എന്ന് നോക്കിയിട്ട് നമ്മൾ വാല്യൂസ് നോക്കാനായിട്ട് പോയത്. മറിച്ച് ഡമ്മി ആക്ടിവിറ്റിക്ക് വാല്യൂ ഇല്ലെങ്കിലും പക്ഷെ ഡമ്മി ആക്ടിവിറ്റിയിലൂടെ വരുന്ന സാധനങ്ങൾക്ക് അത് നമുക്ക് വില കൽപ്പിക്കേണ്ടി വരും. അതായത് ഡമ്മി ആക്ടിവിറ്റി അത് 0 ആയിട്ടാണെങ്കിലും അതിന് അതിന്റേതായ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ LFT എന്ന് പറയുന്നത് 40 - 3 37ഉം വന്നു, 28 - 0 28ഉം വന്നു. സോ നമുക്ക് അവിടെ എടുക്കുന്നത് 28 ആണ്. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എടുക്കുന്നത് 6ന്റെ ആണ്. 28 - 13 നമുക്ക് അവിടെ 15 വന്നു. 15 - 11 നമുക്ക് അവിടെ 4 വന്നു. ഇനി 28 - 3 നമുക്ക് ഇവിടെ 25 വരുവാണ്. ദെൻ അടുത്തത് 2ന്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്. 2ന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ 2 എണ്ണം വരുന്നുണ്ട്, 2 to 4 വരുന്നുണ്ട്, 2 to 5 വരുന്നുണ്ട്. സോ 25 - 7 വരുന്നുണ്ട്, 28 - 9 വരുന്നുണ്ട്. 28 - 9 അവിടെ 19 വന്നിട്ടുണ്ട്. 25 - 7 അവിടെ 18 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് നമുക്ക് അവിടെ എടുക്കേണ്ടത്. ഓക്കെ, ലോവസ്റ്റ് വാല്യൂ നമ്മൾ എടുത്തു. 25 - 7 അതുപോലെ തന്നെ 28 - 9. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 18 നമ്മൾ എടുത്തു. അപ്പൊ 18 - 2 1ന്റെ കേസ് നമുക്കറിയാം. 1ന്റെ കേസ് 0 ആണ് വരിക. എന്നാൽ നമ്മൾ നോക്കുകയാണ് 1ന്റെ കേസ് 18 - 2 അവിടെ 16 വന്നിട്ടുണ്ട്. 25 - 6 21 വന്നിട്ടുണ്ട്. 4 - 4 0 വന്നിട്ടുണ്ട്. നമുക്കറിയാം 0 ആണ് അവിടെ വരിക. എന്നാലും ഇത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 0 തന്നെയാണ്. 0 നമ്മൾ എടുത്തു. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ ഏതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? EFTയും LFTയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.
ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്രിട്ടിക്കൽ പാത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ആദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം EFT LFT നമ്മൾ എഴുതുന്നത് ഈവന്റിലാണ്. അപ്പൊ ആ ഈവന്റുകൾക്ക് സ്ലാക്ക് എന്ന് പറയുന്നത് 0 വരണം. ദാറ്റ് ഈസ് EFTയും LFTയും ഈക്വൽ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ ഇവന്റിൽ നോക്കുകയാണെങ്കിൽ 2 ഈക്വൽ ആയിട്ടാണ് വരുന്നത്. 2 ഈക്വൽ അല്ല, 4 ഈക്വൽ അല്ല, 5 ഈക്വൽ അല്ല, പിന്നെ വരുന്നത് 3 ഈക്വൽ. സോ 1 to 2 എന്നുള്ള ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല, 1 to 5 എന്നുള്ള ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയത് ഈ EFTയും LFT ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. സോ ഒന്നാമത്തേത് എന്ന് പറയുന്നത് 1 to 3 ആണ്. അത് കഴിഞ്ഞാൽ 7 വരുന്നുണ്ട്. പക്ഷെ 7ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 11 plus 0 11, 9 plus 3 12 എവിടെയാണ് വരുന്നത്? ഈ ഒരു ആക്ടിവിറ്റിയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അത് അവിടെ നിർത്താം. അതിന് മുമ്പായിട്ട് 3 to 6 എഴുതി. ദെൻ 7ന്റെ കേസ് വരുമ്പോ ഈ ഒരു കേസ് 6 to 7 ആണ് അവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 28 ആണ് വാല്യൂ. 28 എന്നുള്ളതാണ് വാല്യൂ. അപ്പൊ ഈ 28 എന്നുള്ളത് എങ്ങനെയാണോ വന്നത്? 15 plus 13 ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ 28 വരുന്നത്. 11 plus 0 വരുമ്പോൾ 28 അല്ല വരുന്നത്. അപ്പൊ അതിനർത്ഥം 4 to 7 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല. 9 plus 3 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 12 ആണ് വരുന്നത്, 28 അല്ല വരുന്നത്. അപ്പൊ 5 plus 7 എന്ന് പറയുന്നത് 5 to 7 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല. അത് 6 to 7 ആണ്. 6 to 7 എന്ന് പറയുമ്പോൾ 15 plus 13 that is equal to 28. അപ്പൊ അതിനർത്ഥം 6 to 7 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അടുത്തത് 8ന്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ 40 വരുന്നുണ്ട്, 40 വരുന്നുണ്ട്. പക്ഷെ ആ 40 വരാൻ കാരണം 11 plus 3 ആണോ? അല്ല. സോ നമുക്ക് അവിടെ എടുക്കുന്നത് 7 to 8 പറയുമ്പോഴാണ് 28 plus 12 എന്ന് പറഞ്ഞിട്ട് 40 കിട്ടുന്നത്. സോ അവിടെ നമ്മൾ എടുക്കുന്നത് 7 to 8 എന്ന് പറയുന്ന ആക്ടിവിറ്റി. അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് നമുക്ക് ഏതാ വരിക? 1 3 6 7 8 ഈ ഇതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയിട്ട് പാത്ത് ആയിട്ട് വരിക. 1 to 3 3 to 6 6 to 7 ആൻഡ് 7 to 8. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.